ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ PK ബിജു നമുക്കൊപ്പം ചേരുകയാണ്. വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയ രംഗത്ത് തൊട്ട് അദ്ദേഹത്തെ പരിചയമുള്ളൊരു വ്യക്തിയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്നു? സഖാവ് റസൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വലിയ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവായിരുന്നു. വിദ്യാർത്ഥി രംഗത്തും യുവജന രംഗത്തുമെല്ലാം കോട്ടയത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കാൻ സഖാവ് റസലിൻ്റെ നേതൃത്വ പാടവം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ മികച്ച ഒരു ഓർഗനൈസറാണ്. അതോടൊപ്പം രാഷ്ട്രീയ കാര്യങ്ങളിൽ ലോകത്തും രാജ്യത്തും നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിലുള്ള പ്രവർത്തനവും സഖാവ് റസൽ നടത്തിയിരുന്നു. കോട്ടയം പോലുള്ള ഒരു പ്രദേശത്ത് പാർട്ടിയുടെ ബഹുജന അടിത്തറ വികസിപ്പിക്കാൻ വളരെ സുത്യർഹമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥി രംഗത്തും അതുപോലെ യുവജന രംഗത്തും ട്രേഡ് യൂണിയൻ മേഖലയിലും എല്ലാം അദ്ദേഹം നടത്തിയ സംഭാവന. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഐകകണ്ഠേന ഈ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കുമ്പോഴും ഭാവിയിൽ കോട്ടയത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടിയുമായിട്ടാണ് അദ്ദേഹം നിന്നത്. ആകസ്മികമായ നിര്യാണമാണ് സഖാവ് റസലിൻ്റെ ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല കോട്ടയത്തെ ജനാവലിക്കും അതുപോലെ ഇടതുപക്ഷ പ്രവർത്തകർക്കും വലിയ നഷ്ടമാണ് സഖാവ് റസലിൻ്റെ നിര്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ AV റസലിനെ ഓർത്തെടുക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിൽ കണ്ഠമിടറിക്കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ വരുന്നത്.